പക്ഷേ ഇത് മാറ്റി വെച്ചിട്ട് ഒരു സൊല്യൂഷൻ എന്താ, അതായത് ഈ വിർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞ കണ്ടീഷന് കുട്ടികളെ കുറയ്ക്കാൻ എന്താ ഒരു അവർ കൊടുക്കേണ്ട സ്ട്രാറ്റജി എന്താണെന്ന് അറിയാം. അതെ, അതോട് കൂടി ഡിമോട്ടിവേറ്റായി. രണ്ട് കാര്യമുണ്ട്. എന്താ ബുക്കൊക്കെ ഉണ്ടല്ലോ, പഠിക്കാനുള്ള പുസ്തകമൊന്നുമില്ല, വേറെ എന്തൊക്കെ പുസ്തകം അങ്ങനെയും പറയൂട്ടാ, പഠിക്കാനുള്ള ബുക്കല്ലേ ഈ വായിക്കുന്നത്. പക്ഷെ അത് പാരന്റ്സ് പലപ്പോഴും ഒരു എക്സൈറ്റ്മെന്റിൽ പറയുന്ന, പക്ഷെ ആ ടോണ് മാറുന്നോണ്ട് കുട്ടികൾ അതോടുകൂടി അതാണുള്ളത്. 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വരെ മാക്സിമം കൊടുക്കാം സ്ക്രീൻ ടൈം. ഈ 1 മണിക്കൂറിന്റെ കഴിഞ്ഞാൽ കുട്ടിക്ക് അതിനോട് അഡിക്ഷൻ ടെൻഡൻസി ഉണ്ടായിക്കൊണ്ടിരിക്കാൻ സാധ്യത കൂടുതലാണ്. ഇല്ലാന്നല്ല കേട്ടോ, ഇത് ടീച്ചർ പറഞ്ഞപ്പോഴാണ് പല കുട്ടികളും പറയുന്നതേ സ്കേഴ്സിറ്റിയാണ് ലാംഗ്വേജിൽ. എന്താ ചോദിക്കേണ്ടത്, വീട്ടിൽ ഒരാൾ വന്നാൽ എന്താ അവരോട് പറയാ, അവർക്ക് അറിയില്ല. അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ. അതൊക്കെ ഈ ഫോണിന്റെ ആണെന്ന് പല പാരന്റ്സും തിരിച്ചറിയുന്നില്ല. ഈ കമ്മ്യൂണിക്കേഷൻ ഫോണിൽ ഇപ്പൊ 2 സംഭവം ഫോണിലെല്ലാം അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, കാണുന്നൊക്കെ ഉണ്ട്. കുട്ടികൾ ഇപ്പൊ മിനിയാന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന BEd കോളേജിലെ അവിടെ കുട്ടികൾ ഇന്റേൺഷിപ്പിന് പോയപ്പം കുട്ടികളോട് എന്തെങ്കിലും ചിത്രം വരയ്ക്കാൻ പറഞ്ഞു. ഒരു കുട്ടി വരച്ച ചിത്രം ടീച്ചറിനോട് പറയാണ്, ഒരാൾ അയാളെ കയ്യിലൊരു കത്തി, അയാളെ ഇടത്തെ കയ്യിൽ ഒരു തല, റൈറ്റ്, ഈ ചിത്രമാണ് വരച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ പറയും, എനിക്ക് അതോടുകൂടി കുട്ടികളെ ക്രിയേറ്റിവിറ്റിനെ കുറിച്ചിട്ട് ആലോചിക്കാൻ പോലും വർക്ക് കൊടുക്കാൻ തന്നെ ഒരു പ്രയാസം. കാരണം കുട്ടികളുടെ ഉള്ളിൽ തോട്ട് പോകുന്നത്, നമ്മൾ അവരുടെ പിക്ചർ, നമ്മൾ മുമ്പ് വരച്ച പിക്ചർ എന്താ, ഒരു വീട്, മല, സൂര്യൻ, എനിക്ക് ഓർമ്മയുണ്ട് എപ്പോഴും കുട്ടികളോട്. അതെ, ഒരു അരുവി, ഇതൊരു യൂണിവേഴ്സൽ ചിത്രമായിരുന്നു അല്ലേ. അപ്പോൾ അതിലൊക്കെ നമ്മളൊരു ഹാപ്പിനെസ് മോഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ പാറ്റേൺ മാറി. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ വെർച്വൽ ഓട്ടിസത്തെ നമ്മൾ കണ്ടെത്തുന്നു, വൈ എന്ന് നമ്മൾ കണ്ടെത്തുന്നു. എപ്പോഴും ക്വസ്റ്റ്യൻ വൈ ആണ് അടിപൊളി. അപ്പോൾ ഈ കണ്ടെത്തുമ്പോൾ നമ്മൾ മനസ്സിലായി, എൻ്റെ കുട്ടി ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, ഗാഡ്ജറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ആവശ്യമാണ്. അതിനപ്പുറത്തേക്ക് എൻ്റെ കുട്ടിക്ക് ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻസ് അത് കാരണം മിസ്സാകുന്നുണ്ടോ എന്ന് പ്രത്യേകം കോൺസെൻട്രേറ്റ് ചെയ്യണം. മിനിമം എൻ്റെ വീട്ടിലേക്ക് ഒരാൾ കയറി വന്നാൽ അയാളോട് ഡീൽ ചെയ്യേണ്ട എഡ്യൂക്കേറ്റ്സ് ഉണ്ടല്ലോ നമുക്ക്, അത് ആ കുട്ടിക്ക് അറിയോ? നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പൊതുവെ നമ്മളെ കൂടെ ഒരാൾ വരുമ്പം അയാൾക്ക് ഒരു പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൈസ ഒരു പിരിവിന് ഒരാൾ വരികയാണ്, പാവപ്പെട്ട ആൾ, നമ്മൾക്ക് മനസ്സിലായി ഓതൻറ്റിക് ആണെന്നുള്ളത്. നമ്മൾ ആ കൊടുക്കുന്ന ക്യാഷ് കുട്ടീൻ്റെ കയ്യിൽ കൊടുക്കുന്നു, കുട്ടി നേരെ കൊടുക്കുന്ന സമയത്ത് കുട്ടിക്ക് മനസ്സിലായി, അറിയാതെ ഇങ്ങനെ നോക്കിയതിന് ശേഷം എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് കൊടുക്കണം. കുട്ടി ലേൺ ചെയ്യണം, അയാളോട് സംസാരിക്കുമ്പോൾ ഇൻട്രാക്ഷൻ കൂടുകയാണ്. അത് കഴിഞ്ഞ് അപ്പോൾ 2 പാർട്ടാണുള്ളത്. നേരത്തെ ചോദിച്ചില്ലേ എന്താ ചെയ്യുക, അതെ, അതാ എൻ്റെ ചോദ്യം, എന്താ ചെയ്യാ, പലതരം ചോദ്യം അങ്ങനെ. അതിനിപ്പോ എന്താ ഞാൻ ചെയ്യാ, അതിന് ഉത്തരമില്ല പാരന്റ്സിന്. അതായത് കുട്ടികളുടെ ഈ സാറ് പറഞ്ഞ നോളജ് കുട്ടികൾ പാരന്റ്സിനുണ്ട്. അതായത് ഈ സ്ക്രീൻ ടൈം കൂടുതലാണ്, അതുകൊണ്ട് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ കുറയുന്നുണ്ട്. പക്ഷേ ഇത് മാറ്റി വെച്ചിട്ട് ഒരു സൊല്യൂഷൻ എന്താ, അതായത് ഈ വിർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞ കണ്ടീഷന് കുട്ടികളെ കുറയ്ക്കാൻ എന്താ അവർ കൊടുക്കേണ്ട സ്ട്രാറ്റജി എന്താണെന്ന് അറിയാം. ഓട്ടിസം എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്ക് കുട്ടി എത്തിയിട്ടുണ്ടെങ്കിൽ, വിർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിന്റെ കണ്ടീഷനിൽ കുട്ടി എത്തിയിട്ടുണ്ടെങ്കിൽ തെറാപ്പിസ്റ്റിന്റെ സപ്പോർട്ട് വേണം റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ. കാരണം അതൊരു ഹാബിറ്റിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും. പിന്നെ നമുക്കത് റിട്ടേൺ കൊണ്ടുവരാൻ നമുക്കിപ്പോൾ ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന കൺസെപ്റ്റ് ഉണ്ടല്ലോ. നമുക്ക് ഏത് തരം ട്രൈറ്റിനെയും നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാനുള്ളൊരു സ്പേസ്, ഒരു 87 ഡേയ്സിൻ്റെ സ്പേസ്. അതിൽ നമുക്ക് തെറാപ്പി കൊടുത്ത് റിട്ടേൺ കൊണ്ടുവരാം ഈ കുട്ടികളെ. അപ്പോൾ ഈ ഒരു സ്റ്റേജിലേക്ക് പോവാതിരിക്കാൻ ആക്ച്വലി ഫോക്കസിങ് ഓൺ ദ പ്രിവെൻഷൻ എന്നുള്ളതാണ്. നമ്മൾ വിർച്വൽ ഓട്ടിസത്തിലേക്ക് പോവാതിരിക്കാൻ വാട്ട് വി ക്യാൻ ഡു. ഫസ്റ്റ് നമുക്ക് do we have the time to interact with them or do we have the time to play with them? നമ്മൾ അവരെ കൂടെ കളിക്കാനുള്ളൊരു സ്പേസ് നമുക്കുണ്ടോ? കാരണം നമുക്കൊരു ക്വാളിറ്റി ടൈം അവർ കൊടുക്കാനുണ്ടോ? വൈ ദേ ആർ ഫോക്കസിങ് ഓൺ ദി ഗാഡ്ജറ്റ്സ്? എന്തിനാണ് അവർ ഗാഡ്ജറ്റ്സ് ഫോക്കസ് ചെയ്യുന്നത്? അവർക്ക് ടൈം പ്രഷ്യസ് ആണ്, അതുമായിട്ടൊരു എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് വി ഹാവ് ടു പ്രൊവൈഡ് ദി സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ വേറെ എന്ത്? അപ്പൊ നമുക്ക് ആ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാൻ കഴിയണം. ഇപ്പൊ സാർ ഇത് പറഞ്ഞപ്പോഴാണ് ഇത് വേണ്ട എന്ന് പറയുമ്പോൾ പാരന്റ്സിന് ഫില്ല് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ബുക്സ് ആണ്, പഠിക്കണം. അത് കുട്ടികൾക്ക് വേറൊരു ഉറപ്പിക്കലാണ് അല്ലേ. ഒരു 2 സാധനം നമുക്ക് കൊടുക്കുന്നു. ഒന്ന് എൻജോയ്മെന്റ്, ഒന്നത് സ്കൂൾ പഠനമാണെന്നെങ്കിൽ ബോറാവും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം നമുക്ക് ചില പുസ്തകങ്ങളുണ്ട്, കുഞ്ഞു ഷോർട്ട് സ്റ്റോറീസ് ചെയ്യാം. ഹു വിൽ ക്രൈ വെൻ യു ഡൈ,
റോബിൻ ശർമ്മയുടെ പുസ്തകം അല്ലെങ്കിൽ എവറിഡേ ഹീറോ, ഈ പുസ്തകങ്ങളിലൊക്കെ കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെയാണ് അതിലുള്ളത്. നമുക്ക് എപ്പോഴൊക്കെയാണ് അവന് ഗാഡ്ജറ്റ്സിൻ്റെ എക്സ്ട്രാ യൂസേജ് വരുന്നത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ അറിയാൻ പറ്റും. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. അറിഞ്ഞുകൊണ്ട് അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ചാനലൈസിങ് നമുക്ക് ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ കുട്ടിയുടെ സ്ട്രെങ്ത് വീക്ക്നെസ് അറിയുമ്പോൾ കുട്ടിക്ക് ഫോൺ യൂസ് ചെയ്യാൻ ഇഷ്ടമാണ്, ഫോണിന് സമയം കൊടുക്കാം, സ്ക്രീൻ ടൈം കൊടുക്കാം അല്ലേ. ഇപ്പം 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വരെ മാക്സിമം കൊടുക്കാം സ്ക്രീൻ ടൈം. ഈ 1 മണിക്കൂറിൻ്റെ കഴിഞ്ഞാൽ കുട്ടിക്ക് അതിനോട് അഡിക്ഷൻ ടെൻഡൻസി ഉണ്ടായിക്കൊണ്ടിരിക്കാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ നമ്മളപ്പോൾ ചെറിയൊരു പുസ്തകം കൊടുത്തിട്ട്, ഇപ്പോൾ ചില ആളുകൾ പുസ്തകത്തിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഫുള്ള് വായിച്ചാലേ സമാധാനമാവുള്ളൂ. ചില ആളുകൾക്ക് ഈ സാധനം ഇഷ്ടമേ അല്ല. അതാണ്, ചില കുട്ടികൾക്ക് അത് ഇഷ്ടമല്ല, ടേസ്റ്റ് ഇല്ല. അതേസമയം വായിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അതിന് സംഭവം ഉണ്ട്, ഒരു സുപ്രഭാതത്തിൽ നിന്ന് മുഴുവൻ വായിക്കാൻ റിസ്ക്കാണ്. ഞാൻ പറഞ്ഞ കുഞ്ഞു കഥകളാണെങ്കിൽ ടീച്ചർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഒരു സ്കൂളിൽ ഒരു എക്സ്ട്രാ അവേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് അവേഴ്സോ, ആ ക്ലാസ് അവേഴ്സിൽ ഉണ്ടാകുന്ന ഒരു 10 മിനിറ്റ് ഇന്ന് നമ്മുടെ ഒരാളെ പേര് നമ്മുടെ ഉണ്ണിക്കുട്ടൻ എന്ത് ചെയ്യും അല്ലെങ്കിൽ സംതിങ് ഒരാൾ ഞാനൊരു പുസ്തകം തരാം, അതിൻ്റെ ഒരു സ്റ്റോറി നാളെ ജസ്റ്റ് ഒന്ന് പ്രസൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൽ സ്റ്റോറി പ്രസൻറ്റേഷൻസ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻ്റ് അവിടെ തുടങ്ങാം. ഈവനിങ് ആ സ്റ്റോറി കുട്ടി വായിക്കണം, ദെൻ നെക്സ്റ്റ് ഡേ വരണം പ്രസൻറ്റ് ചെയ്യണം. സോ ആ കുട്ടിക്ക് വൈകുന്നേരം ചെല്ലുമ്പോൾ ഫോണല്ല തോട്ട് വരിക. ഇപ്പം നാളെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ടാസ്ക്കാണ്. ആ ടാസ്ക് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്ത് കൊടുക്കണം? ഒരു അപ്രിസിയേഷൻ കൊടുക്കണം, റിവാർഡ് കൊടുക്കണം. കുട്ടികളെ പറയുന്നൊരു ഒരു മസ്റ്റാണ്. ഭയങ്കര റിവാർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട്. കാരണം നമ്മുടെ എക്സ്റ്റേണൽ ഫോഴ്സാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. ഓക്കെ, ഇന്നലെ കാറ് പാർക്ക് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ആ ഗേറ്റ് ക്ലോസ് ചെയ്യണം. അപ്പോൾ അപ്പുറത്തൊരു കുട്ടി നിൽക്കുന്നു, മോനെ ഒന്ന് ക്ലോസ് ചെയ്യാന്ന് വെച്ചു. അങ്ങനെ പോയിട്ട് ഇങ്ങനെ അടച്ചു. ഞാൻ എൻ്റെ 2 സീറ്റ്സ് എടുത്ത് എൻ്റെ കൈ കൊടുത്തു. അങ്ങനെ ആക്കിയാണ് ഫ്രണ്ട് കുറേ ആളുകൾ അപ്പുറത്തുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇവനോട് ഞാൻ ഗേറ്റ് അടക്കാൻ പറഞ്ഞപ്പോൾ ബാക്കിയുള്ള കുട്ടികളുടെ എന്തോന്ന് ആക്ഷൻ വന്ന് ഇത് കൊടുത്തപ്പോൾ ഇങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചിട്ടാണ് ഐ ഗോട്ട് സംതിങ് ഫോർ വാലിഡ് ആയി എന്നുള്ളതാണ്. ഭയങ്കര മാറ്റം ഉണ്ടാക്കും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അപ്രീസിയേഷൻ ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഈ ഗാഡ്ജറ്റ്സിൽ നിന്ന് കുട്ടി ഒരു പുസ്തകത്തിലേക്ക് മാറുമ്പോൾ അപ്പോൾ രക്ഷിതാവ് എന്ത് ചെയ്യണം? നാളെ പ്രസന്റ് ചെയ്യണ്ടോ? ഓ അടിപൊളിയാണല്ലോ, എന്താ പ്രസന്റ് ചെയ്യാൻ? പാരന്റ്സിന്റെ ടോക്ക് ശ്രദ്ധിക്കണം അല്ലേ, പറയുന്നതിൽ ആ ടോണും രീതിയും. കാരണം ഇതുവരെ കഥ വായിക്കാത്ത കുട്ടി വായിക്കാൻ തുടങ്ങുമ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ട്. അതെ, അതോട് കൂടി മോട്ടിവേറ്റായി. 2 കാര്യമുണ്ട്. അപ്പൊ എന്താ ബുക്കൊക്കെ ഉണ്ടല്ലോ, പഠിക്കാനുള്ള പുസ്തകമൊന്നുമില്ല, വേറെ എന്തൊക്കെ പുസ്തകം അങ്ങനെയും പറയൂട്ടാ. പഠിക്കാനുള്ള ബുക്കല്ലേ ഈ വായിക്കുന്നത്. പക്ഷെ അത് പാരന്റ്സ് പലപ്പോഴും ഒരു എക്സൈറ്റ്മെന്റിൽ പറയുന്ന, പക്ഷെ ആ ടോണ് മാറുന്നോണ്ട് കുട്ടികൾ അതോടുകൂടി പോകും. അതാണുള്ളത്. സുരേഷ് ഗോപി ഡയലോഗ് മതി, അവൻ ആ സംഭവം ഡെവലപ്പ്. 10th കഴിഞ്ഞ ദിവസം 10th ഒരു കുട്ടി ഇങ്ങനൊരു ബുദ്ധിമുട്ടാ. അമ്മ വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കുട്ടീനെ വിളിച്ച് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞ കാര്യം, ഞാൻ എന്തെല്ലാം ചെയ്തു കൊടുക്കും, അമ്മക്ക് എല്ലാം ചെയ്തു കൊടുക്കും, അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷെ എന്നാലും കുറ്റം പറയും. എന്നാലും അമ്മ അറിയണത് ഞാൻ കുറ്റം പറയുന്നതല്ല, ഞാൻ പഠിക്കാൻ പറയുന്നതാണ്. അല്ലാതെ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ലൈഫിൽ നമുക്ക് ശരിക്കും ഈ റെസിലിയൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പരിധി വരെ നമ്മുടെ അമ്മമാരുടെ ചീത്ത കേട്ട് ട്രാക്കാക്കി വന്നു. നമ്മൾ എല്ലാ അമ്മമാര് നമ്മൾ ഈ ചീത്ത പറയണമെന്നല്ല ഉദ്ദേശിച്ചത്. ഒരു ഈക്വലൈസ് ചെയ്ത് പോകണം, ബാലൻസ് ചെയ്ത് പോകണം. ഇപ്പം നമ്മൾ ചീത്ത പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചീത്ത പറയാമെന്ന് പറയാൻ പറ്റില്ല, നമ്മളൊരു കറക്റ്റീവായിട്ടുള്ള ഒരു അഡ്വൈസസ് മദറിൻ്റെ അടുത്ത് കിട്ടുമ്പോൾ അത് എനിക്ക് ആവശ്യമാണ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലവ് എന്നുള്ള ഫീലിംഗ് കുട്ടിക്ക് വേണം. അത് മാത്രം കൊടുക്കരുത്, അതായത് ചീത്ത മാത്രം ആവരുത്, അവരുടെ പോസിറ്റീവ് കണ്ടെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പൊ ഞാൻ പിന്നെ അമ്മനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അവൾ ചെയ്യണേനൊന്ന് എൻ്റെ കൂടെ ഒന്ന്. എനിക്ക് പിന്നെ സാറേ ഈ ഒരു സ്ക്രീൻ ടൈം കുറയ്ക്കാൻ എനിക്ക് തോന്നിയത്, ഇവർക്കിത് ഉപയോഗിക്കാണ്ടിരിക്കാൻ പറ്റൂല. കാരണം സ്റ്റഡീസ്, അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കണം, ഉപയോഗിക്കേണ്ടെന്നല്ല, എങ്ങനെ ഉപയോഗിക്കണം. നമ്മളിപ്പോൾ ഇലക്ട്രോണിക് ഹൈജീൻ എന്നൊക്കെ പറയും, അതെങ്ങനെ ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യണം, ഏതൊക്കെ തരത്തിൽ യൂസ് ആക്കണം. നമുക്കതിൽ ഒരുപാട് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതെന്താണെന്ന് ഒരിക്കൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ എവിടെ നിന്ന് യൂസ് ചെയ്യുന്നു, ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്.
നമ്മുടെ വീട്ടിൽ കുട്ടികൾക്ക് ഫോൺ യൂസ് ചെയ്യണം, കമ്പ്യൂട്ടർ യൂസ് ചെയ്യണം. നമ്മുടെ ഡൈനിങ് ഹാളിൽ വെച്ച് കൊടുത്തോ, ഒരു കമ്പ്യൂട്ടർ ഡൈനിങ് ഹാളിൽ വെക്കുന്നു, ഒരു ഓപ്പൺ ഏരിയ. അല്ലെങ്കിൽ ഒരു സ്റ്റഡി ലോഞ്ച്, നിങ്ങൾക്ക് സ്റ്റഡി ലോഞ്ച് പ്ലാൻ ചെയ്യാം. അത് ഹാളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ക്ലോസ്ഡ് ആണ്, എന്നാൽ വിസിബിൾ ആണ്. അപ്പോൾ നമ്മൾ ചില ലോഞ്ചിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റഡി സോൺ ഉണ്ടായിരിക്കും. അവിടെ ബാംഗ്ലൂരിലൊക്കെ ലോഞ്ചിൽ സ്റ്റഡി സോൺ ഉണ്ട്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ആർക്കും എൻട്രി ഉണ്ട്, പുറമെ നോക്കിയാൽ കാണാം, ട്രാൻസ്പെറൻസി ഉണ്ട്. പക്ഷെ മിക്ക കുട്ടികളും എന്താ ചെയ്യാന്ന് വെച്ചാല്, പ്രത്യേകിച്ച് എനിക്കൊരു പ്രാക്ടിക്കൽ അറിവുള്ളത്, കുട്ടികൾ ഇതും കൊണ്ട് ഉമ്മമാരെ ഫോണും കൊണ്ട് ഇങ്ങനെയാണ് പോവും, ബെഡിൽ കിടക്കും, എന്നിട്ട് യൂസ് ചെയ്യും, എന്നിട്ട് പഠിക്കുക. പഠിക്കല്ല, അവരുടെ ഇത്ര സമയം അവര് പറയുന്നത് വൈകുന്നേരം ചെന്ന് 6 മണിക്ക് ശേഷം ഈ മൊബൈൽ എടുക്കും, കുറച്ചു നേരം ബെഡിൽ കിടക്കും, എന്നിട്ടാ യൂസ് ചെയ്യാം. പക്ഷെ അവിടെ പാരന്റ്സിന് ലിമിറ്റ് ചെയ്യാൻ പറ്റണില്ല. അതായത് ഇത്ര ടൈം നമ്മൾ കണ്ടീഷൻ ഒക്കെ വെക്കും കേട്ടോ. പക്ഷേ പാരന്റ്സ് ഒരുപാട് പേര് ഈ സമയം 1 മണിക്കൂറേ യൂസ് ആക്കാൻ പറ്റും. ആ ഒരു പ്രോമിസ് നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്യാം. 5 മിനിറ്റ് 10 മിനിറ്റ് കുറച്ചു നേരം നമ്മുടെ പണികൾ ഇങ്ങനെ ഈസി ആക്കാൻ ചെയ്യട്ടെ. പിന്നെ ആ ബ്രേക്ക് ചെയ്ത് നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റൂല. അത് ഇന്ന് എനിക്ക് 1/2 മണിക്കൂർ കരഞ്ഞിട്ട് കിട്ടിയ സാധനമാണെങ്കിൽ നാളെ ഞാൻ 3/4 മണിക്കൂർ കരയാൻ തയ്യാറാണ്. അതെ അല്ലേ?